നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ റേഷൻ കാർഡിൻ്റെ കളർ നോക്കാതെ പഞ്ചായത്തിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങളുടെ വിതരണം ഇപ്പോൾ നടക്കുകയാണ്. സൗജന്യമായി ലഭിക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം, മുട്ടക്കോഴി വിതരണം, വീട് നിർമ്മാണത്തിനുള്ള ധനസഹായം, അതുപോലെ തന്നെ ടോയ്ലറ്റുകൾ ഉണ്ടാക്കാനുള്ള ധനസഹായങ്ങൾ, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുകയാണ്. എപ്പോഴാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓരോ പഞ്ചായത്തിലും വാർഡ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗ്രാമസഭ കൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെയായിരിക്കും ഇതിൻ്റെ അപേക്ഷാ ഫോമുകളുടെ വിതരണം ഉണ്ടായിരിക്കുക. നിങ്ങളുടെ വാർഡുകളിൽ എന്താണ് ഗ്രാമസഭകളിൽ എന്ന് നിങ്ങൾ വാർഡ് മെമ്പറുമായി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിർബന്ധമായിട്ടും നമ്മുടെ ഗ്രാമസഭകളിൽ പങ്കെടുക്കുക. നമ്മുടെ ആവശ്യങ്ങൾ, പഞ്ചായത്തിന് ലഭിക്കേണ്ട സേവനങ്ങൾ, നമ്മുടെ അടുത്തുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുക. ഇങ്ങനെ ഗ്രാമസഭയിൽ വെച്ചായിരിക്കും ഇതിൻ്റെ അപേക്ഷാ ഫോമുകളും മറ്റു കാര്യങ്ങളും നൽകുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ഇപ്പോൾ തന്നെ സംസാരിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനുള്ള അപേക്ഷാ ഫോം കൂടി അവിടെ നിന്ന് കൈപ്പറ്റുക. ഓരോ അപേക്ഷാ ഫോമിലെയും വ്യത്യസ്തമായുള്ള കാര്യങ്ങളാണ് നൽകേണ്ടത്. അതിലെന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ അഡീഷണൽ നൽകേണ്ടതെന്ന് അതാത് ഫോമിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. വീട്ടിലുള്ള സ്ത്രീകൾക്ക് മുട്ടക്കോഴി വിതരണം, അതുപോലെ തന്നെ ടോയ്ലറ്റ് നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് ധനസഹായങ്ങൾ, വീട് റിപ്പയറിങ്ങിനുള്ള ധനസഹായങ്ങൾ, അതുപോലെ തന്നെ SC വിഭാഗങ്ങൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ഒരു ദിവസങ്ങൾ തന്നെ വിതരണം നടക്കുകയാണ്. അതിൻ്റെ അപേക്ഷാ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത മാസമോ അല്ലെങ്കിൽ പിറ്റത്തെ മാസമോ ആയിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ചില കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന കാർഷിക തൈകൾ, വിത്തുകൾ എന്നിങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും അപേക്ഷ ഫോം ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതിൻ്റെ ഫോമുകൾ വാങ്ങി ഓഫ്ലൈനായി തന്നെ അപേക്ഷ സമർപ്പിക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഓൺലൈൻ അപേക്ഷകളില്ല. നമ്മൾ ഓഫ്ലൈനിൽ അവർ നൽകുന്ന ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അത് ലഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടുകളിൽ ആ സാധനം എത്തുന്നതാണ്. ബയോഗ്യാസ് പ്ലാന്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അപേക്ഷ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക. ഏകദേശം 45 വിഭാഗത്തോളം ഇതിലേക്കുള്ള അപേക്ഷാ ഫോമുകളുടെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായിട്ട് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.